കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആറിൽ നിതിൻ രാജിന്റെ മരണത്തിൽ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച വിദ്യാർത്ഥികൾ. ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ പുറത്താക്കും വരെ ക്ലാസ് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തീർപ്പാക്കാൻ കഴിവുള്ള ഒരാൾ വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു അവർ വരുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. ഡോക്ടർ റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി ഇന്നും വിദ്യാർത്ഥികൾ രംഗത്തെത്തി. നമ്മൾ ഫ്രണ്ട് റോയില ആമ്പിളറിക്കുക, എന്നിട്ട് ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് നോക്ക്, ഇവനെ കണ്ടിട്ടൊരു ബെഗറിൻ്റെ ലുക്കില്ലേ, ഇവനെ കണ്ടിട്ടൊരു കോളനി ബെഗറിൻ്റെ ലുക്കില്ലേ. എന്നിട്ട് എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് പറഞ്ഞു ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവർ ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയി ഇരുത്തും. മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ കാണിക്കാം. എൻ്റെ കൂടെയുള്ളവരൊക്കെ, എൻ്റെ കൂടെ ഒന്ന് പഠിച്ചവർക്കൊക്കെ ഇതാണ്. വിദ്യാർത്ഥികളെ പതിവായി അധിക്ഷേപിക്കുന്ന ഇതേ അധ്യാപകനായിരുന്നു കോളേജിലെ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ ചുമതല. ഈ അധ്യാപകനായിരുന്നു എന്ന വിവരവും ഇന്ന് പുറത്തു വരുന്നുണ്ട്. നിതിൻ രാജിനെ മുറിയിലേക്ക് വിളിപ്പിച്ചത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണെന്നാണ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോണിയുടെ വിശദീകരണം. മാഡത്തിൻ്റെ പരാതിയുണ്ട്, മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്, അതിൻ്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാം മീൻസ് എൻ്റെ ഒരു ഇതാണ്, കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് ആദ്യം ഞാൻ മാഡത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴേ മാഡത്തിൻ്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിൻ്റെ പേര് ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും. ചേംബറിൽ വെച്ചും സംസാരിച്ചു. അപ്പോൾ അവർ മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രട്ടനിങ് ആണ്, ഇപ്പോൾ അടയ്ക്കണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അല്ല, കുടുംബത്തെ കോളേജിൽ നിന്ന് അറിയിച്ചായിരുന്നു, വിളിച്ചായിരുന്നു, ഫോൺ ചെയ്തു. ഈ ഇൻസിഡൻസ് നടന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, ഫോൺ ഏൽപ്പിച്ചിട്ടാണ്. ജീവൻ ഒടുക്കുന്നതിന് മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. എന്നാൽ നിതിൻ രാജിന്റെ മരണകാരണം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ചുരുക്കാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന് സഹോദരി നികിത രാജ് പ്രതികരിച്ചു. ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം അത്രയും ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ് അവൻ. നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതായത് ആപ്പ് ലോണിന്റെ കാര്യത്തിൽ ഒരിക്കലും അവൻ ചെയ്യൂല. ആ കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ചു സൂയിസൈഡ് ചെയ്തത്. കാര്യം ഈ ആപ്പ് ലോണിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതുമാണ്. 12 മണി വരെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചവൻ, അതിനുശേഷം മെസ്സേജും ഇല്ല. എന്ത് വിഷമമുണ്ടെങ്കിൽ അപ്പോഴെന്നെ വിളിക്കണം എന്നാണ്. അന്ന് ആ റാമിന്റെ കാര്യം പോലെ എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, എല്ലാരും കൂടി ചേർന്ന് അവനെ കൊന്നതാണ്. പ്രത്യേക അന്വേഷണ സംഘം കോളേജിൽ പരിശോധന നടത്തി. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒരു വശത്ത് ഡോക്ടർ റാമിനെതിരെ പുറത്തുവരുന്നത്. അത് മാത്രവുമല്ല, ഇയാളാണ് ഇവിടുത്തെ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ തലപ്പത്തെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി റാഗിംഗ് വിരുദ്ധ സമിതിയുടെ തലപ്പത്തിരിക്കുമ്പോൾ എന്തായിരിക്കും ആ ഒരു സമിതിയുടെ ഒരു നീക്കം എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ കുട്ടികളെ ഇങ്ങനെ ഹരാസ് ചെയ്യുക, കറുത്ത കുട്ടികളെ ബ്ലാക്ക് കൗ എന്ന് വിളിക്കുക, നിറം കൂടിപ്പോയ വെള്ളപ്പാറ്റ എന്ന് വിളിക്കുക. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനും സ്റ്റൈലിഷും പെർഫെക്റ്റുമായിട്ടുള്ള മനുഷ്യൻ ഇദ്ദേഹമാണോ? നമുക്ക് അങ്ങനെയൊക്കെയുള്ള സംശയം വരുമല്ലോ. മാത്രമല്ല, എന്തിനാണ് ലാസ്റ്റ് മിനിറ്റിൽ നിതിൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നത്? ആ CCTV ദൃശ്യങ്ങളും ഏറെ നിർണായകമാണല്ലോ. ക്രിസ്റ്റീന, എന്തായാലും നിർണായകമായിട്ടുള്ള അന്വേഷണ ഘട്ടത്തിലൂടെയാണ് പോലീസ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൽ പോലീസിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ സംഭവ ദിവസം ഏപ്രിൽ 10-ാം തീയതി ഈ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് നിതിൻ രാജിനെ വിളിച്ചു വരുത്തിയിരുന്നു. അത് ഈ അധ്യാപികയായിട്ടുള്ള ഡോക്ടർ ലതയുടെ പരാതിയിലാണ് നിതിൻ രാജിനെ വിളിച്ചു വരുത്തിയത്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ നിതിൻ രാജ് ഉണ്ടായിരുന്നത് 3 നമ്പറുകളാണ്. അതായത് റഫറൻസ് നമ്പറുകളായിട്ട് അമ്മയുടെയും അച്ഛന്റെയും സഹോദരിയുടെയും നമ്പറുകളായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അമ്മയുടെ പേര് ലത എന്നാണ്, ഈ ടീച്ചറുടെ പേര് ലത. അങ്ങനെയാണ് ഈ ലോൺ ആപ്പുകാർ ടീച്ചറെ ബന്ധപ്പെടുന്നത് എന്നാണ് നിതിൻ അന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞത്. താൻ ടീച്ചറിന്റെ നമ്പർ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ലോൺ ആപ്പുകാർ നിരന്തരം അധ്യാപികയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു, അബ്യൂസ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു എന്ന് ടീച്ചർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രിൻസിപ്പൽ നിതിൻ രാജിനെ വിളിച്ചു വരുത്തിയത്. അതിനുശേഷം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു. ഈ ഫോൺ അവിടെ വച്ചതിന് ശേഷം നിതിൻ രാജ് അപ്പുറത്തേക്ക് പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ആത്മഹത്യ നടക്കുന്നത്. എന്നാലും ഈ അധ്യാപകനെതിരെ ഗുരുതരമായിട്ടുള്ള പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികളും രംഗത്തെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വിദ്യാർത്ഥികളെ ഈ നിറത്തിന്റെ പേരിലും ശരീരഘടനയുടെ പേരിലും ഒക്കെ അപമാനിച്ചിരുന്നതായിട്ടാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ റാഗിങ്ങിനെതിരെ എന്തുകൊണ്ട് പരാതി നേരത്തെ നൽകിയില്ല എന്ന് ചോദിച്ചപ്പോൾ ആ റാഗിങ്ങിന്റെ ആ സമിതിയുടെ തലവനായിരിക്കുന്നതും ഇതേ അധ്യാപകനാണ്. പിന്നെ എങ്ങനെ നമ്മൾ ആ പരാതി കൊടുക്കുമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. എന്തായാലും
ഈ പ്രിൻസിപ്പൽ തന്നെ നേരത്തെ ഈ കാര്യത്തിൽ, അതായത് പ്രിൻസിപ്പൽ ഇപ്പൊ ഇരിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോണി ഡിസംബർ മാസത്തിലാണ് ഇവിടെ ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അതിനു മുൻപ്, അദ്ദേഹത്തിന്റെ കാലാവധിക്ക് മുൻപ് ഒരുപാട് പരാതികൾ ഡോക്ടർ റാമിനെതിരെ ഈ മാനേജ്മെന്റിന് പരാതികൾ പോയിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള നടപടികൾ ഒന്നും എടുത്തിട്ടില്ല എന്ന് സീനിയർ വിദ്യാർത്ഥികൾ അടക്കം പറയുന്നു. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റുമായിട്ട് ഒരു ചർച്ച വേണമെന്ന് ഈ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. അവിടുത്തെ യൂണിയന്റെ ഭാരവാഹികൾ അടക്കം ആവശ്യപ്പെടുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഡോക്ടർ റാമിനെ പുറത്താക്കുക, കൂടാതെ ചില ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ ചർച്ചയ്ക്ക് ഇവരെ വിളിച്ചപ്പോൾ ഇവര് ആശുപത്രിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെയാണ് അങ്ങോട്ടേക്ക് അയച്ചതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റർ ഈ ഡോക്ടർ റാമിനെ അനുകൂലിക്കുന്ന തരത്തിൽ ഈ മീറ്റിംഗിൽ സംസാരിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്. അതായത് ഈ ഡോക്ടർ റാമും കറുത്തയാളാണ്, അദ്ദേഹം മറ്റു കുട്ടികളെ കറുത്ത കുട്ടികളെ എങ്ങനെയാണ് അപമാനിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഈ മീറ്റിംഗിൽ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന അഡ്മിനിസ്ട്രേറ്റർ ചോദിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും ഈ നിലവാരമില്ലാത്ത ആളോട് ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. മാനേജ്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വന്ന് ആ ചർച്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ ഇനി ക്ലാസ് ബഹിഷ്കരണം അടക്കമുള്ള ഉപരോധ സമരങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് കുട്ടികൾ പറയുന്നത്. എന്തായാലും അന്വേഷണം ഒരു ഘട്ടത്തിലൂടെ, ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി, എന്തായാലും ആ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മെഡിക്കൽ കോളേജ് വരെ എത്തുന്നത് വരെയുള്ള ദൃശ്യങ്ങളുണ്ട്. ആ റൂമിൽ എന്താണ് നടന്നതെന്ന് കൂടുതലായി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ രചന, ഒരു കാലത്തും ഒരു അധ്യാപകരും ഈ മട്ടിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് ചെയ്യാതിരിക്കട്ടെ എന്നതാണ്. തീർച്ചയായും നിതിന്റെ മരണം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കൊമാല എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിനകത്തൊരു വരി ഇങ്ങനെയാണ്: ഈ ലോകത്ത് ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ഒരു രക്തസാക്ഷി കൂടിയേ തീരും. ആ കോളേജിൽ നടന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തറിയാൻ നിതിന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് തീർച്ചയായും വേദനാജനകം തന്നെയാണ്. എന്തായാലും കുട്ടികൾ എന്ത് ചെയ്താലും കുറ്റം, മാത്രവുമല്ല എല്ലാം തികഞ്ഞ ഒരാൾക്ക് പോലും മറ്റൊരാളിനെ കുറ്റം പറയാൻ തോന്നില്ല. അപ്പം ഇദ്ദേഹം എങ്ങനെയാണ് ഈ മട്ടിൽ കുട്ടികളെ ഓരോ കാര്യത്തിന് കുറ്റം പറഞ്ഞതെന്ന് അറിയില്ല. കൂടുതൽ അന്വേഷണം വരട്ടെ, ഇതിനൊരു തീരുമാനമാകട്ടെ. കുട്ടികൾ ഇനി ഇത്തരത്തിലുള്ള ഭീകരമായ അവസ്ഥകളിൽ നിന്ന് അവർ വിമുക്തരാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.